മലപ്പുറത്ത് ക്വാറിക്കെതിരെ പോലീസുകാരന്റെ ഒറ്റയാൾ സമരം. മഞ്ചേരി പോലീസ് സ്റ്റേഷനിലെ CPO ആയ റഹ്മത്തുള്ള ലീവ് എടുത്താണ് നിയമപോരാട്ടം നടത്തുന്നത്. എന്ന് പറഞ്ഞാൽ ജോലിയെ ബാധിക്കുമെന്ന് ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തിയപ്പോൾ എന്നാൽ ലീവ് എടുത്തേക്കാം. കാര്യം ഇത് അതിജീവന പോരാട്ടമാണ്, മുന്നോട്ട് പോകാതിരിക്കാൻ നിവൃത്തിയില്ല. അത് കാരണം ജോലിയിൽ നിന്ന് ലീവ് എടുത്തുള്ള പോരാട്ടത്തിലാണ് റഹ്മത്തുള്ള. 24 ബിഗ് എക്സ്ക്ലൂസീവ് വിപിൻ സി വിജയൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. വളരെ സ്വപ്നം കണ്ട് പണിത വീട് ഈ തൊട്ടടുത്തുള്ള ക്രഷർ യൂണിറ്റിന്റെ പ്രവർത്തനം മൂലം ഇങ്ങനെ വിണ്ട് കീറുന്നത് അത് വളരെ നടുക്കത്തോടുകൂടി വേദനയോടുകൂടിയും കണ്ടു നിൽക്കുകയാണ് റഹ്മത്തുള്ള. ഇത് അരീക്കോട് വാലില്ലാപ്പുഴ എന്നുള്ള പ്രദേശമാണ്. അവിടെയാണ് ഈ വീടുകളൊക്കെ ഇങ്ങനെ വിള്ളൽ വന്നിരിക്കുന്നത്. അദ്ദേഹം ഒരു സിവിൽ പോലീസ് ഓഫീസറായിരുന്നു. ആ ജോലിയിൽ നിന്ന് ലീവ് എടുത്താണ് ഇപ്പോൾ ഈ ക്രഷർ യൂണിറ്റ് അത് നിയമപരമായി മാത്രം പ്രവർത്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പോരാട്ടത്തിന് അദ്ദേഹം ഇറങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ റഹ്മത്തുള്ള തന്നെ ചേരുകയാണ്. അപ്പോൾ എല്ലാ അനുമതിയും ഈ ക്രഷർ യൂണിറ്റിന് ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നെ ഈ ഒരു വിള്ളൽ വരുന്നത് അവരതിന് അപ്പുറമായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണോ? എന്തുകൊണ്ടാണ് ഈ പോലീസിൽ നിന്ന് ലീവ് എടുത്ത് ഇങ്ങനെ ഒരു നിയമ പോരാട്ടം? ഞാൻ ഈ വീട് 2008 വീടാണ്. ഞാനിത് റിനോവേഷൻ വർക്ക് നടത്തിയിരുന്നു. ആ സമയത്ത് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു ഒരു 2-3 വർഷം മുമ്പ്. പിന്നെ അവരെ ബ്ലാസ്റ്റിങ്ങിൻ്റെ പവർ കൂടി, ഭയങ്കരമായിട്ട് ബ്ലാസ്റ്റിംഗ് ആണ്. കാരണം അവരെ ഡേറ്റ് തീരാ പറഞ്ഞിട്ട് ഇവർ അത് മാത്രമല്ല അവരെ മണ്ണും അതുപോലെ തന്നെ എടുക്കുന്നത്. അത് നിങ്ങൾക്ക് ആ വീഡിയോയിൽ കണ്ടപ്പോൾ മനസ്സിലായല്ലോ. അതിൻ്റെ പേരിൽ വീട് നിയമപരമായിട്ട് ഞാൻ പോകുമ്പം എൻ്റെ ജോലി ചെയ്തുകൊണ്ട് ഇതിൽ നിയമപരമായിട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഞാൻ പല സ്ഥലത്തും കയറി ഇറങ്ങിയപ്പം തന്നെ പല ഉദ്യോഗസ്ഥരും എന്നോട് പറഞ്ഞത് എൻ്റെ ജോലിനെ ബാധിക്കും, ജോലിയൊക്കെ ഇല്ലാതാവും. അത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിന് തന്നെ എനിക്ക് അങ്ങനെ ഒരു വർത്തമാനം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഞാനും കുറച്ച് ഇതിന് ധൈര്യമായിട്ട് പോരാടാൻ തന്നെ ഞാനും റെഡിയാണ്. അതിനെന്ത് വന്നാലും ശരി. പേപ്പർ വർക്കാണെങ്കിൽ ശരി, ഈ ക്രഷറിന് പറയുന്ന പേപ്പറുകളൊന്നുമില്ല. അപ്പം ഞാൻ 2023 വിവരാവകാശ പ്രകാരം ഇതിന് കോറിങ് പെർമിറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്നാലും ആ സമയത്തും ഇവർ പ്രവർത്തിച്ചിട്ടുണ്ട്. നാളെ ഇതുവരെ ഇവിടെ ഒരുപാട് ക്രഷറുകളുണ്ട്, ULCC അതുപോലെ തന്നെ ഒരുപാട് വലിയ ക്രഷറുകളുണ്ട്. അവരെല്ലാം എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇത്ര സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്ര കാലയളവ് നിർത്തിയിടാറുണ്ട്. ഞാൻ ഈ ക്രഷർ തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെ ഈ ക്രഷർ ഒരു ദിവസം പോലും നിർത്തിയിട്ടില്ല. അതുപോലെ തന്നെ ഇവർക്ക് പൊട്ടിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ഇത് ജിയോളജി ഉദ്യോഗസ്ഥരോ അതുപോലെ തന്നെ ഇത് വേണ്ടപ്പെട്ട അധികാരികളോ ആരും വന്ന് ചെക്ക് ചെയ്യുന്നില്ല. എന്താ വെച്ചാൽ ഇവർ ബ്ലാസ്റ്റിങ് മൈനിങ് എത്ര ഇവിടെ സൂക്ഷിക്കുന്നുണ്ട് കാര്യങ്ങളൊന്നും. കാരണം എന്താ, രാവിലെ പൊട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 മണി തുടങ്ങിക്കഴിഞ്ഞാൽ 11 മണി വരെ നിൽക്കാതെ പൊട്ടുകയാണ്. അവർ പൊട്ടിക്കുന്നതെന്ന് പറഞ്ഞാൽ സാധാരണ മാക്സിമം പെർമിറ്റ് ഞാൻ മനസ്സിലാക്കിയിട്ട് 3 അടിയെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ അവർ 10 അടീൻ്റെ കംപ്രഷൻ്റെ ഗ്യാപ്പ് വെച്ചിട്ടാണ് പൊട്ടിക്കുന്നത്. ഭയങ്കരമായിട്ടുള്ള ബ്ലാസ്റ്റിംഗ് ആണ്. ഈ ബ്ലാസ്റ്റിങ്ങിൽ നമ്മളെ അപ്പുറം ഒരു വീടിന് കല്ല് വീണ് ആ റബ്ബർ തോട്ടത്തിൽ ഇപ്പോൾ നിങ്ങൾക്ക് പോയി നോക്കിയാൽ കല്ല് കാണാം. പക്ഷെ ആ കേസ് FIR ഒക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷെ അതെന്തായിരുന്നോ കാര്യങ്ങളൊന്നും ഒരു ഇതുമില്ല. നമ്മളെന്തെങ്കിലും അങ്ങോട്ട് പോയി ചെയ്യുന്നാൽ നമ്മളോട് അവിടെയുള്ള ഉദ്യോഗസ്ഥർ പറയുന്നത് അവർ നല്ല പൈസ ഉള്ള ടീമാണ്, നമ്മൾ അവരായിട്ട് മുട്ടിയാൽ റെഡി ആവില്ല എന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ രണ്ടിനും റെഡി ആയിട്ടാണ് നിൽക്കുന്നത്. വളരെ ധൈര്യത്തോട് തന്നെ പറയുന്നത്. എന്ത് വന്നാലും ചങ്കൂറ്റത്തോടുകൂടി നേരിടും. അതിന് ഞാൻ റെഡിയാണ്. അപ്പോൾ ആ ഒരു ഇതിലാണ് ഞാൻ നിൽക്കുന്നത്. എൻ്റെ വീട് ഇതാ കണ്ടില്ല, നന്നായിട്ട് വിള്ളൽ വന്ന് നിൽക്കുകയാണ്. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പല ഓഫീസിലും കയറിയിരുന്നു. 2024 കലക്ടർക്ക് പരാതി കൊടുത്ത് കലക്ടർ യാതൊരു നടപടിയും അതിന് സ്വീകരിച്ചില്ല. അതിനുശേഷം ജിയോളജി അതിന് മുമ്പ് കൊടുത്തിട്ടുണ്ട്, പഞ്ചായത്ത് ഹൈക്കോടതി ഇനി ഹൈക്കോടതിയായിട്ട് പോവാണ്. അത് എന്ത് വരുന്നത് വെച്ചാൽ ഹൈക്കോടതിയും കൂടെ നോക്കും. അത് കഴിഞ്ഞിട്ട് റെഡി ആയില്ലെങ്കിൽ ബാക്കി പരിപാടി അവിടെ നിന്ന് വെച്ച് കാണാൻ തന്നെ ഞാനും തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ ജിയോളജി വകുപ്പിൽ പലതവണ പരാതികൾ കൊടുത്താണ്, പഞ്ചായത്തിൽ കൊടുത്താണ്, ഇങ്ങനെ കയറി ഇറങ്ങാത്ത ഓഫീസുകളില്ല. പക്ഷേ ഒരു തരത്തിലും ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. ആരും ഇതിന് ഒരു മറുപടിയും പറയുന്നില്ല. അതോടുകൂടിയാണ് അദ്ദേഹം ലീവ് എടുത്ത ഇത്തരം ഒരു നിയമ പോരാട്ടത്തിലേക്ക് കടക്കുന്നത്. അതുകൊണ്ട് തന്നെ നിയമപരമായി മുന്നോട്ട് പോവുകയാണ് റഹ്മത്തുള്ള. ഹർഷക്കിനൊപ്പം വിപിൻ സി വിജയൻ, 24 മലപ്പുറം.